അപ്പം ഗൈസ് നമ്മൾ ഇന്ന് കേരള പഴനിയിൽ വന്നിരിക്കുകയാണ്. തൃശ്ശൂർ ജില്ലയിലെ കേരള പഴനിയിൽ ഞങ്ങളിവിടെ വന്ന് ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴായിരുന്നു ഇവിടെ വന്നത്. അതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു. സ്റ്റെപ്പുകളൊക്കെ പഴനിത്തെ പോലെയുള്ള സ്റ്റെപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. കുറേ സ്റ്റെപ്പുകളുണ്ട്. ഞാനും പിന്നെ എൻ്റെ അനിയത്തിയും ഓടി കയറുകയാണ്. പഴനിയിലുള്ളതുപോലെ ഇതിൻ്റെ താഴത്തും അടിവാരത്തും ഗണപതി അമ്പലമുണ്ട്. എങ്ങനെയുണ്ട് പഴനി? പഴനി എങ്ങനെയുണ്ട്? ഇനി അമ്പലം എങ്ങനെയുണ്ട്? അപ്പൊ പഴനി നമ്മള് സൂപ്പറാണ്. ഇതാണ് കേരള പഴനി. അവിടെ നിന്ന് ഇവിടെ വരെ കേറി വന്നിട്ട് നല്ല ഇതുണ്ട്. പക്ഷെ ഇതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ നിസ്സാരം. അവരിപ്പോഴും കേറിയില്ല. ആമ വരുന്ന പോലെ വരുന്നത് കണ്ട രണ്ടാള്. പപ്പിയോ ഇത്ര വേഗം എത്തുവോ? സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ നമ്മൾ വണ്ടിയിൽ നേരെ നമുക്ക് വണ്ടിയിൽ വരാം. ഞങ്ങൾ മേലെ എത്തിയാലുള്ളൊരു കാഴ്ചയാണിത്. ആൽമരം, നല്ല ഭംഗിയുള്ളൊരു ആൽമരവും പിന്നെ അതിൻ്റെ കൂടെ ഒരു അമ്പലവും കൂടിയായിരുന്നു. പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോയി തൊഴുത് പിന്നെ അമ്പലം മുറ്റം നല്ല വിശാലമായ മുറ്റത്ത് കുറേ ഓടിക്കളിച്ചു. കേരള പഴനി പഞ്ചാബ് കേരള പഴനി പഞ്ചാമൃതം. അപ്പോൾ ഞങ്ങൾ പഴനി പഞ്ചാമൃതം വാങ്ങിച്ച് പോകുന്നു. താഴേക്ക് ഇറങ്ങുന്നു. ഇനി വരാത്തവർ വരിക, വന്നവർ വീണ്ടും വരിക. അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ. ഗൈസ്, അപ്പം നമ്മൾ കേരള പഴനിയിൽ വന്നിട്ട് ഇവിടെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ എല്ലാവരും വരിക. നല്ല സൂപ്പർ അമ്പലമാണ്. നല്ലോണം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് മുരുകൻ്റെ സൂപ്പർ അമ്പലമാണ്. അപ്പം നമ്മള് ഒരു പകല് വര ഗണപതിയിലൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ചെരുപ്പൂര് ഇവിടെ വന്ന് നമ്മളൊക്കെ ഓടിക്കളിച്ചല്ല. ഓടിക്കളിച്ച് ക്ഷീണിച്ച് ഇതിപ്പോ ക്ഷീണിച്ചല്ലോ. അതുകൊണ്ടാണ് നമ്മള് ഓടിക്കളിക്കാത്തത്. ക്ഷീണിച്ച് നമ്മള് ഇവിടെ തളർന്ന് വീഴില്ലേ. അപ്പൊ വെള്ളം